ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. കൊടും കുറ്റവാളി ബാലമുരുകൻ തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിന് സമീപത്തു നിന്ന് തമിഴ്നാട് പോലീസിനെ വെട്ടിച്ചു കടന്നിട്ട് 2 ദിവസമാകുന്നു. ഇതുവരെ ബാലമുരുകനെ കുറിച്ച് ഒരു വിവരവുമില്ല. ബാലമുരുകന്റെ കസ്റ്റഡി ചാട്ടത്തിൽ തമിഴ്നാട് പോലീസിന് പങ്കുണ്ടോ എന്നാണ് പൊതുജനത്തിന്റെ സംശയം. തൃശൂരിൽ നിന്ന് റാഫി കരീമിന്റെ റിപ്പോർട്ട്. 5 കൊലപാതകം ഉൾപ്പെടെ 53 കേസുകളിൽ പ്രതിയായ ബാലമുരുകൻ എവിടെ? മുക്കുമൂലയും അരിച്ചുപെറുക്കിയിട്ടും കൊടും കുറ്റവാളിയുടെ വിവരമൊന്നുമില്ല. തിങ്കളാഴ്ച രാത്രി 9:30-ഓടെയാണ് ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിയത്. വിയ്യൂർ സെൻട്രൽ ജയിലിലായിരുന്ന തെൻകാശി ആലംകുളം അമ്മൻകോവിൽ സ്വദേശി ബാലമുരുകനെ വിരുദ്ധനഗർ കോടതിയിൽ ഹാജരാക്കി തിരികെ കൊണ്ടുവരികയായിരുന്നു തമിഴ്നാട് പോലീസ്. മറയൂരിൽ നിന്ന് പിടിയിലായ ബാലമുരുകനെ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലായിരുന്നു താമസിപ്പിച്ചിരുന്നത്. ബാലമുരുകന്റെ ജയിൽ ചാട്ടത്തിൽ തമിഴ്നാട് പോലീസ് പറയുന്ന കാര്യങ്ങളൊന്നും ചേരുംപടി ചേരുന്നില്ല. അടിമുടി ദുരൂഹം എന്ന് പറയാം. വിരുദ്ധനഗർ കോടതിയിൽ നിന്ന് തിരികെ എത്തിക്കവേ വിയ്യൂർ ജയിൽ കവാടത്തിനരികിൽ മൂത്രമൊഴിക്കാൻ ഇറക്കിയ സമയത്ത് റോഡരികിലെ ജയിൽ വളപ്പിന്റെ മതിൽ ചാടി ഓടിയെന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത്. തമിഴ്നാട് പോലീസിലെ SIയും 2 കോൺസ്റ്റബിൾമാരുമാണ് ബാലമുരുകനൊപ്പം ഉണ്ടായിരുന്നത്. സെൻട്രൽ ജയിലിന്റെ വളപ്പിലേക്ക് എടുത്തു ചാടി കൃഷിത്തോട്ടത്തിലൂടെ ബാലമുരുകൻ ഓടിയെന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത്. തമിഴ്നാട് പോലീസിന്റെ വിവരണപ്രകാരം ബാലമുരുകൻ ചാടിയത് റിസർവ് ബറ്റാലിയൻ പോലീസ് സേനാംഗങ്ങളുടെ ക്വാർട്ടേഴ്സിലേക്കാണ്. രാത്രി 9 മണിയോടെയാണ് ചാടിയതെന്ന് പറയുമ്പോഴും ആരും കാണാതെ ഓടിയത് എങ്ങനെയെന്നത് സംശയകരമാണ്. മേഖലയിലെ CCTVകളിലൊന്നും ഇയാളുടെ ദൃശ്യമില്ല. ആകെ ബാലമുരുകന്റെ CCTV ദൃശ്യം ലഭിച്ചത് സംഭവത്തിനും ഏറെ മുൻപുള്ളതാണ്. വിരുദ്ധനഗർ കോടതിയിൽ നിന്ന് കൊണ്ടുവരും വഴി ആലത്തൂരിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോഴുള്ളത്. സംഭവശേഷമുള്ള CCTV ദൃശ്യങ്ങളിലൊന്നും ബാലമുരുകനില്ല. ഏതായാലും ചോദ്യങ്ങൾ അനവധി ബാക്കിയാണ്. വിയ്യൂർ സെൻട്രൽ ജയിൽ പരിസരത്ത് നിന്ന് ബാലമുരുകൻ പോലീസിനെ വെട്ടിച്ചു കടക്കുന്നത് 2ാം തവണയാണ്. തമിഴ്നാട് പോലീസ് സംഘത്തിന്റെ വാനിന്റെ വാതിൽ ചവിട്ടി തുറന്നാണ് കഴിഞ്ഞ മെയ്യിൽ ഇയാൾ ഓടിയത്. വേഷം മാറാൻ വിദഗ്ധനാണ് ബാലമുരുകൻ. പോകും വഴി വാഹനം മോഷ്ടിച്ച് കടന്നു കളയുകയാണ് പതിവ്. ഇത്തരമൊരു വാഹനമോഷണം വിയ്യൂരിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കാലത്ത് 6 മണിക്കാണ് അറിയുന്നത്. രാത്രി 11 മണി വരെ വീട്ടിൽ ലേറ്റ് ഉണ്ടായിരുന്നു. അതുവരെ പോയിണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇതേ റൂട്ടിൽ നിന്ന് തന്നെ പണ്ട് ബാലമുരുകൻ ഒരു സ്കൂട്ടർ പണ്ട് 1 വർഷം മുമ്പ് പോയിട്ട് പിടിക്കപ്പെടുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വൈറ്റ് ഫീൽഡ് കോളനി ഉണ്ട്. ആ വൈറ്റ് ഫീൽഡ് കോളനിയിൽ ഇന്നലെ രാത്രി ഇതേപോലെ സ്കൂട്ടർ ആരോ എടുക്കാൻ നോക്കി. ബാലമുരുകനാണെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ നമ്മളുടെ ഒരു അനുമാനങ്ങളാണ്. അപ്പോൾ വീട്ടുകാർ അറിഞ്ഞിട്ട് പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് രാത്രി 12 മണി വരെ അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 200 രൂപയുടെ പെട്രോളുണ്ട്. പിന്നെ താക്കോൽ അതുമിന് ഉണ്ടായിരുന്നു. ഹെൽമെറ്റും കൊണ്ടുപോയിട്ടുണ്ട്. എത്ര മണിക്കാണ് ഈ വാഹനം ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? അത് ഇന്നലെ രാത്രി ഇന്നലെ ഉച്ചയ്ക്ക് വെച്ചിരുന്ന വണ്ടിയാണ്. ഉച്ച നേരത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ 2 സ്കൂട്ടറുള്ള കാരണം കൊണ്ട് ഞാൻ പുറത്തേക്ക് പോയത് ഈ വെള്ള സ്കൂട്ടറുമിലാണ്. തമിഴ്നാട് പോലീസിന്റെ വാദത്തിനിടെ ഉയരുന്ന സംശയങ്ങൾ ഇവയാണ്. 1. രാത്രി 9:30-ഓടെ ബാലമുരുകൻ ചാടിപ്പോയെങ്കിലും തമിഴ്നാട് പോലീസ് തൃശൂർ പോലീസിനെ അറിയിച്ചത് രാത്രി 10:30-ഓടെ മാത്രം. എന്തുകൊണ്ടാണ് ഈ സമയം വൈകൽ? 2. ബാലമുരുകനെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയത് എന്തിന്? 3. രക്ഷപ്പെടൽ ആസൂത്രിതമോ? ഈ ചോദ്യങ്ങൾക്ക് തമിഴ്നാട് പോലീസ് ഉത്തരം നൽകേണ്ടതുണ്ട്. ഗുരുതര വീഴ്ച അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് വ്യക്തം. റാഫി കരീം, 24, തൃശൂർ. പൊതുജനം കഴുതയല്ല സാർ. എബ്രഹാം തോമസ് പറയുന്നു, ബാലമുരുകനെ ചാടിച്ചതാണ് തമിഴ്നാട് പോലീസ് സഹായിച്ചതാണ് എന്ന കാര്യം. രവികുമാർ പറയുന്നു, ഒരുപാട് ക്രിമിനൽ കേസിൽപ്പെട്ട ആളെ കൊണ്ടുപോയത് 2 പോലീസ് മാത്രം, ആകെ ഒരു പന്തികേടുണ്ട് എന്ന കാര്യം. രജനി പറയുന്നു, ബാലമുരുകൻ തിരുട്ടു ഗ്രാമത്തിലെ മോഷണത്തിന് ചുക്കാൻ പിടിക്കുന്ന ദൈവങ്ങളുടെ കൂട്ടത്തിൽ കാണുമെന്ന്. ഈ നിലയിൽ അലക്സ് കൊട്ര പറയുന്നു, പോലീസിൻ്റെ അനാസ്ഥയുണ്ട് എന്ന്. അങ്ങനെ ആ നിലയിൽ നിരവധി പ്രതികരണങ്ങളാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മറ്റൊരു വാർത്തയിലേക്കാണിനി. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകൾ കയറി വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് പ്രാഥമിക നടപടി. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ പ്രായോഗിക പ്രശ്നങ്ങളാൽ നട്ടം തിരിയുകയാണ് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർ. ചില വീടുകളിൽ ആരും കാണില്ല. ആളുള്ള വീട്ടിൽ ചിലർക്ക് 100 സംശയങ്ങളാണ്. വീട്ടിലെത്തിയാൽ ഓൺലൈനിൽ വിവരങ്ങൾ നൽകാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്നും BLAമാർ പറയുന്നുണ്ട്.
തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഫാമിൽ നോക്കിയാണ് ഫില്ല് ചെയ്യാനുള്ളത്. തിരുവനന്തപുരം നേമം നിയമസഭാ മണ്ഡലത്തിലെ കുര്യാത്തി വാർഡ് ബൂത്ത് ലെവൽ ഓഫീസറായ ആശ വീടുകൾ കയറിയിറങ്ങി വിവരശേഖരണത്തിലാണ്. ഒറ്റയ്ക്ക് പോകുന്നത് ബുദ്ധിമുട്ടാണ്. അതിനാൽ സഹായത്തിന് ഒരാളെ കൂടി കൂട്ടി. ചില വീടുകളിലെത്തുമ്പോൾ ആളുകൾ ഉണ്ടാകില്ല. ആളുള്ള വീട്ടിൽ ഫോം നൽകും, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നീട് അടുത്ത വീട്ടിലേക്ക്. ഇനി ഫോം തിരികെ വാങ്ങാൻ വീണ്ടും വരണം. അങ്കണവാടി അധ്യാപികയായ ആശയ്ക്ക് അവിടുത്തെയും കാര്യങ്ങൾ നോക്കണം. ഒരുപാട് പേര് താമസം മാറി പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സ്ഥലത്തില്ലാത്ത താമസം മാറി കുറച്ച് പേര്. പിന്നെ മറ്റുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകൾ മാറിയിരുന്നാലും ഇവിടെ വന്ന് വോട്ട് ഇടുന്നവരാണ്. നമുക്കറിയാവുന്ന, പൂർണ്ണമായിട്ട് അറിയാവുന്നവർ. ഒരു ദിവസത്തെ വിവരശേഖരണത്തിന് ശേഷം പിന്നെയും ജോലി നീളും. ഓൺലൈനിൽ ലോഗിൻ ചെയ്ത വിവരങ്ങൾ എൻ്റർ ചെയ്യണം. അവിടെയുമുണ്ട് പ്രശ്നം. സിസ്റ്റത്തിന് മുന്നിൽ ചെന്നിരിക്കുമ്പോഴെല്ലാം പലപ്പോഴും ലോഗിൻ ആകില്ല. ലോഗിൻ ആയാൽ പിന്നെ OTPക്കുള്ള കാത്തിരിപ്പാണ്. വോട്ടർ ID കാർഡ് ഇല്ലാത്തവർ, വീട് മാറിപ്പോയവർ, അങ്ങനെ പിന്നെയും ബൂത്ത് ലെവൽ ഓഫീസർക്ക് പ്രതിസന്ധികൾ അനവധിയാണ്. പ്രധാനമായിട്ട് നെറ്റിൻ്റെ ഇഷ്യൂ ആണ്. നെറ്റ് ഇഷ്യൂ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ദിവസം തന്നെ ഇപ്പോൾ ഒരു ഫോം എടുത്തിട്ട് ഇത്ര നേരമായിട്ട് OTP പോലും വരുന്നില്ല. ഇന്നലെ 9 മണി വരെ വർക്ക് ചെയ്തായിരുന്നു. 9 മണി രാത്രി ഒരു 12 മണിക്ക് വീട്ടിലിരുന്നാണ് നമുക്കത് QR കോഡ് സ്കാൻ ചെയ്യാൻ പോലും പറ്റുള്ളൂ. അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ചിലപ്പം പ്രായമുള്ള അച്ഛനും അമ്മയും മാത്രമേ വീടുകളിൽ കാണത്തുള്ളൂ. അപ്പോൾ അവരുടെ കയ്യിൽ ഡോക്യുമെൻ്റ് ഒന്നും ഇല്ല. അപ്പം മോനോ മരുമോളോ ആയിരിക്കും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പം 3 തവണ പോയാൽ പോലും നമുക്കൊരു ഫോം ഫില്ല് ചെയ്ത് കിട്ടാൻ പാടാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന നടപടികളെന്ന് നിരന്തരം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഫീൽഡിൽ നിന്നുള്ള അനുഭവങ്ങൾ അങ്ങനെയല്ലെന്ന് മാത്രം. നമ്മൾ ഈ കണ്ടത് BLOമാർ ഫീൽഡിൽ നേരിടുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ്. ഇതിനപ്പുറം മറ്റു ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. പ്രധാനമായി അധ്യാപകരെയാണ് BLOമാരായി കൂടുതലായി നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം വിദ്യാർത്ഥികളുടെ പഠനമടക്കം പ്രതിസന്ധിയിലാകുമെന്നുള്ള ആക്ഷേപവുമുണ്ട്. ഷാജു ചൗശരിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കണ്ണന്താഴ KV പറയുന്നു, പൊതുജനം കഴുതയല്ല സാർ, രാജാവാണ് രാജാവ് എന്ന് പറയുന്നുണ്ട്. രാജാവാണ് പൊതുജനം എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അധികൃതരുടെ, പൊതുജനത്തെ കഴുതകളാക്കാൻ ശ്രമിക്കുന്നവരുടെ അഴിമതിയും അനാസ്ഥയുമൊക്കെ പുറത്തു കൊണ്ടുവരികയാണ് ഈ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടി. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പൊതുജനം കഴുതയല്ല സാർ പോകുന്നത്. തിരുവനന്തപുരത്തെ ഒരു ന്യൂജൻ ടാറിംഗ് രീതി കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നാട്ടുകാർ. യാത്രക്കാരുടെ നെഞ്ചത്ത് റീത്ത് വെച്ചതുപോലെയായിരുന്നു പൊതുമരാമത്തിൻ്റെ റോഡ് പണി. റോഡില്ലെങ്കിലും കുഴപ്പമില്ല, ജീവൻ മതി ഞങ്ങൾക്കെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ അപേക്ഷ. പൊതുജനത്തെ കഴുതയാക്കുന്ന ആ ന്യൂജൻ ടാറിംഗ് ഒന്ന് കണ്ടുവരാം. തിരുവനന്തപുരത്ത് മനീഷ് മഹിപാലിനൊപ്പം നേരെ നമുക്ക് ചെല്ലഞ്ചി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാം. കഷ്ടിച്ച് ഒരു വാഹനം മാത്രം പോകുമായിരുന്ന ഒരു റോഡ് വീതി കൂട്ടി ടാർ ചെയ്യണമെന്നത് നാട്ടുകാരുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു. എന്നാൽ ആഗ്രഹം നിറവേറ്റിയപ്പോൾ തലയ്ക്ക് കൈവയ്ക്കുകയാണ് നാട്ടുകാർ. ഈ പോസ്റ്റ് എങ്ങനെയും ഒന്ന് ഡിലീറ്റ് ചെയ്ത് തരുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. നന്ദിയോട് കല്ലറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 13 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് റോഡ് ടാർ ചെയ്യുന്നത്. 1 കിലോമീറ്ററിന് 1,35 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. റോഡ് നിർമ്മാണം അവസാന ഘട്ടത്തിലുമാണ്. നമ്മൾ ഈ ചെല്ലഞ്ചി പരപ്പിൽ റോഡിൽ 5 പോസ്റ്റാണ് മാറ്റമുള്ളത്. അത് ഇതൊരു മാറ്റി നമ്മൾ ഈ ചെല്ലഞ്ചി പാലം നല്ല ഈ പേരുകെട്ട പാലം കൊണ്ട് എല്ലാ ആളുകളും വരുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം പലതുകൊണ്ട് ഈ പോസ്റ്റ് മാറ്റണം. നമ്മൾ പോസ്റ്റ് മാറ്റാൻ വേണ്ടി കിഫിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ അടയ്ക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ അത് അടച്ചില്ല. അത് അടയ്ക്കാത്തതാണ് ഇത് നീണ്ടു പോകുന്നത്. പക്ഷേ ഇത് പ്രധാനപ്പെട്ട റോഡും ഈ അപകടം മേലെ ഉള്ളതുമാണ്. ചെലഞ്ചി പാലം മുതൽ പരപ്പിൽ വരെയുള്ള റോഡിലാണ് വൈദ്യുത തൂണുകൾ മാറ്റി സ്ഥാപിക്കാതെ റോഡ് ടാർ ചെയ്തിരിക്കുന്നത്. 5.5 മീറ്റർ വീതിയിലാണ് റോഡിന്റെ നിർമ്മാണം. എന്നാൽ ഈ ഭാഗങ്ങളിൽ തൂണുകൾ നിൽക്കുന്നതിനാൽ 3.5 മീറ്റർ വീതി പോലും റോഡിനില്ല. റോഡിന്റെ വലതുഭാഗത്താകട്ടെ അഗാധമായ കുഴിയാണ്. ഇവിടെ സംരക്ഷണ വേലിയുമില്ല. രാത്രികാലങ്ങളിൽ വരുന്ന വലിയ വാഹനങ്ങൾ പെട്ടെന്ന് റോഡിലെ ഈ വൈദ്യുത തൂണുകൾ കണ്ട് വളച്ചാൽ താഴെ കുഴിയിൽ വീണ് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വലുതാണ്. റോഡിൻ്റെ നടുക്ക് പോസ്റ്റ് നിർത്തി ആണ് ഈ വർക്ക് നടക്കുന്നത്.
പോസ്റ്റ് മാറ്റാൻ അധികൃതർ തയ്യാറാകുന്നില്ല. അത് ടാർ ചെയ്തവരും അതിന് തയ്യാറാകുന്നില്ല. എന്തെങ്കിലും ഒരു അപകടം ഭാവിയിൽ വന്നാൽ മാത്രമേ ഇതിന് അധികൃതർ കണ്ണു തുറക്കൂ എന്നുള്ള ഒരു സമീപനമാണ് കാണുന്നത്. കല്ലറ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് വൈദ്യുത തൂണുകൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് നേരത്തെ പൊതുമരാമത്ത് കരാർ നൽകിയ കമ്പനി കത്ത് നൽകിയിരുന്നു. എന്നാൽ കല്ലറ ഗ്രാമപഞ്ചായത്ത് ഇതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചില്ല. വൈദ്യുത പോസ്റ്റ് മാറ്റാൻ കമ്പനി വൈദ്യുതി ബോർഡിന് പണമടയ്ക്കട്ടെ എന്ന നിലപാടാണ് പഞ്ചായത്തിന്. എന്നാൽ ഇത് കരാറിലില്ലെന്നാണ് കമ്പനിയുടെ മറുവാദം. പൊതുമരാമത്തോ പഞ്ചായത്തോ ഇടപെടാതെ വന്നതോടെ പോസ്റ്റ് നിലനിർത്തി തന്നെ കരാർ കമ്പനി റോഡ് പണിതു. പണി കിട്ടിയതാകട്ടെ നാട്ടുകാർക്കും. പോസ്റ്റ് മാറ്റുന്നത് ഇലക്ട്രിസിറ്റിക്കാർ വന്ന് എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവർ അടിയന്തരമായിട്ട് അത് പോസ്റ്റ് മാറ്റുമ്പോൾ ബാക്കി അവർ അവിടെ ടാർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റോഡ് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പോസ്റ്റ് മാറ്റാമെന്നാണ് KCB അറിയിക്കുന്നത്. അപ്പോഴും പോസ്റ്റ് മാറ്റുമ്പോൾ റോഡിന് മധ്യത്തെ കുഴി ആര് നികത്തുമെന്നതാണ് ചോദ്യം. ഒരു കിലോമീറ്ററിന് 1,35,00,000 രൂപ മുടക്കിയ റോഡിനാണ് ഈ ഗതികേട്. പഞ്ചായത്തും പൊതുമരാമത്തും കരാർ കമ്പനിയും KCBയും തമ്മിലുള്ള തർക്കത്തിൽ ഇരകളായത് പൊതുജനങ്ങളാണ്. തിരുവനന്തപുരത്ത് നിന്നും മനീഷ് മഹിപാൽ, 24. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനത്തെ എങ്ങനെ കഴുതയാക്കാം എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ പോസ്റ്റ്. മനീഷ് മഹിപാലിൻ്റെ ആ റിപ്പോർട്ട് നമ്മെ അതിലേക്കാണ് കൊണ്ടുപോയത്. ഇക്കാര്യത്തിൽ നിരവധി പ്രേക്ഷകരുടെ പ്രതികരണങ്ങളുണ്ട്. ബീനാസി പറയുന്നുണ്ട് അവിടെ ഒരു പോസ്റ്റ്, റോഡിന് നടുക്ക് ഒരു പോസ്റ്റ് എന്ന കാര്യം, റോഡിൻ്റെ കേന്ദ്ര ബിന്ദു പോലെയാണ് ആ പോസ്റ്റ് എന്ന കാര്യമാണ് അവിടെ ഉള്ളവരുടെ ഒരു അവസ്ഥ. അതാണ് ബീനാസി പറയുന്നത്. മറ്റു നിരവധി പ്രേക്ഷകരും, കുഞ്ഞു മുഹമ്മദ് പറയുന്നു ടാറിങ് കഴിഞ്ഞ ആ റോഡ് ഇനി KCB വന്ന് കുത്തിപ്പൊളിക്കും, അതോടെ ആ റോഡിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാകുമെന്ന്. രവികുമാർ പറയുന്നു നമ്മുടെ നാട്ടിലെ PWDയിലെ എഞ്ചിനീയറും കോൺട്രാക്ടറും ഇത്രയ്ക്ക് ബോധമില്ലാത്തവരായി മാറിയോ, ബംഗാളികൾ ഇതിലും ഭേദം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിരവധി കമൻറ്റുകൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഏതായാലും ഈ റോഡ്, ആ റോഡിൻ്റെ നടുക്ക് ഇത്തരം കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് ടാർ ചെയ്ത ആ റോഡിൻ്റെ നടുക്ക് ഒരു പോസ്റ്റ്, അതിനെ നിർത്തിക്കൊണ്ട് ആ റോഡ് ടാർ ചെയ്യുന്നതിനും ഇവിടെ തിരിഞ്ഞു പോവുക, ഡൈവേർഷൻ എന്ന ഒരു ബോർഡ് വയ്ക്കുന്നതിനും കാണിച്ച ആ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവരെ പൊതുജനം കഴുതയല്ല സാർ, സല്യൂട്ട് ചെയ്യുകയാണ്. ഇമാതിരി പണിയുമായി ഇനി നടക്കരുത്. ഇനി ഒരു വാർത്തയുടെ ഇമ്പാക്റ്റിലേക്കാണ് പൊതുജനം കഴുതയല്ല സാർ പോകുന്നത്. മൂന്നാറിലൊരു വിനോദസഞ്ചാരിക്ക് അവിടുത്തെ ടാക്സി ഡ്രൈവർമാരിൽ നിന്ന് നേരിട്ട ദുരനുഭവം കഴിഞ്ഞ ദിവസം ഇതേ പരിപാടിയിൽ പ്രേക്ഷകർ കണ്ടതാണ്. ഇന്നിപ്പോൾ അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണ്. സംഭവത്തിൽ ഉൾപ്പെട്ട ടാക്സി ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ് 24നോട് ഇക്കാര്യം അറിയിച്ചത്. തിരുവനന്തപുരത്തെ ഷഫീദ് റാവുത്തറിനോടാണ് മന്ത്രി KB ഗണേഷ് കുമാർ ഈ വിവരം പറഞ്ഞത്. അതിലേക്ക് നമുക്ക് പോകാം. ട്രിവാൻഡ്രം എയർപോർട്ടിന് മുമ്പിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇവിടെ ഊബർ പോലുള്ള വാഹനങ്ങളിൽ ആളെ വന്നാൽ തടയും തകർക്കും എന്നുള്ള. അത് ഒരാളെ ജോലി ചെയ്യാനും ജീവിക്കാനുള്ള പരിഷ്കൃത സമൂഹത്തിലെ സ്വാതന്ത്ര്യത്തിനെതിരാണ്. ട്രേഡ് യൂണിയനിസം ആവശ്യമാണ്, പക്ഷേ അത് തൊഴിലാളിയുടെ സംരക്ഷണം. പക്ഷേ മറ്റുള്ളവർക്ക് ജീവിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ഊബർ സംവിധാനമാണ് നമ്മൾ വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണക്കാരന് ഏറ്റവും എളുപ്പമുള്ള, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു യാത്രാ മാർഗ്ഗമാണ്. അതൊന്നും തടയാൻ നമുക്ക് രാജ്യത്ത് നിയമമില്ല. അത് നിയമം മൂലം അനുവദിച്ചിരിക്കുന്നൊരു കാര്യമാണ്. അത് നിലവിൽ വരുത്തും. ഇത് മൂന്നാറിലൊക്കെ നടക്കുന്നത് ചട്ടം വിതരമാണ്, ഗുണ്ടായിസമാണ്. നേരത്തെ ഒരു ഡബിൾ ഡക്കർ വന്നപ്പോൾ ഇതുപോലൊരു സമരം ഉണ്ടായിരുന്നു. അന്ന് പിടിച്ച വണ്ടിക്കൊന്നും ലൈസൻസ് ഇല്ലായിരുന്നു, പെർമിറ്റ് ഇല്ലായിരുന്നു, ടാക്സ് ഇല്ലായിരുന്നു, ഫിറ്റ്നസ് ഇല്ലായിരുന്നു. ഇനിയും പരിശോധന തുടരും. കാരണം പേടിപ്പിച്ച് സർക്കാരിനെ, മൂന്നാറി മാത്രമല്ല, ഇത് തേക്കടിയിലുണ്ട് ഇതേ പ്രശ്നം. കൊച്ചിയിലെ മത്സരം കർശനമായി, കൊച്ചിയിൽ മാത്രമല്ല കോഴിക്കോട്, കണ്ണൂർ ഈ ഭാഗത്തെല്ലാം മത്സര ഓട്ടത്തെ കർശനമായി നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രൈവറ്റ് ബസ്സിനെ ഓടിക്കാം, അവരാരും ജീവിക്കേണ്ടതെന്ന് പറഞ്ഞില്ല. അവർ ടാക്സ് അടയ്ക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി അവർ ഓടുന്നിടത്ത് KSRTC പോലും ചെല്ലുന്നില്ലല്ലോ. അവർ തമ്മിൽ മത്സരിച്ച് നശിക്കുന്നതിന് നമ്മളെന്ത് ചെയ്ത്? അവർ തമ്മിൽ മത്സരിക്കുന്ന ജനങ്ങളെ കൊന്നുകൊണ്ടുള്ള ഒരു പരിപാടി നടക്കില്ല. ടാക്സിക്ക് പെർമിറ്റ് ഉണ്ടോ ഈ പറയുന്ന ആളുകളുടെ? അത് ഗുണ്ടായുസമാണ്. ഈ 6 പേരെ പോലീസ് പിടിക്കും. ഈ 6 പേർക്കും ലൈസൻസ് ഉണ്ടെങ്കിൽ അത് ഭാരതത്തിൽ നിന്ന് ഒഴിവാക്കും. ഏതാ ഇന്ന് ഇന്ത്യയിൽ വണ്ടി ഓടിക്കില്ല. മന്ത്രി KB ഗണേഷ് കുമാറാണ് കഴിഞ്ഞ ദിവസം 24 സംപ്രേഷണം ചെയ്ത പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിൽ സംപ്രേഷണം ചെയ്ത വാർത്തയോട് പ്രതികരിച്ചത്. വിനോദസഞ്ചാരികൾ അവർക്കിഷ്ടമുള്ള സ്ഥലങ്ങളിൽ, അവർക്കിഷ്ടമുള്ള വാഹനത്തിൽ പോകട്ടെ, അവരെ തടയാൻ ഗുണ്ടായിസത്തിൻ്റെ സംഘടിത ശക്തിയുടെ മറവിൽ ആരും ശ്രമിക്കാതിരിക്കട്ടെ. കേരളം ദൈവത്തിൻ്റെ നാടെന്ന ആ വിശേഷണം വിനോദസഞ്ചാരികളുടെ മനസ്സിൽ
അത് പതിയട്ടെ. പകരം ഗുണ്ടകളുടെ നാട് എന്ന സ്ഥിതിയിലേക്ക് വിനോദസഞ്ചാരികൾ അവർ ഈ ലോകരാജ്യങ്ങൾക്ക് വിവരങ്ങൾ കൂടി നൽകുന്നവരാണ്. അവരെ കൊണ്ട് ആ നിലയിൽ നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണി ചെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇനി ഈ റോഡുമായി ബന്ധപ്പെട്ട തന്നെ മറ്റൊരു വാർത്തയിലേക്കാണ്. പൂർത്തിയാക്കേണ്ട ദിവസം കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടിട്ടും പണി എങ്ങുമെത്താത്ത ഒരു റോഡുണ്ട്. അത് മലപ്പുറം കുറുവ പഞ്ചായത്തിലാണ്. പണി തീരാത്ത എന്നാൽ ജനങ്ങൾക്ക് നല്ല പണിയാകുന്ന റോഡാണ് അവിടെയുള്ളത്. കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപയോളമാണ് റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ചത്. ഗോകുൽ കെ വേണുഗോപാലിനൊപ്പം നമുക്ക് ആ റോഡൊന്ന് കണ്ടുവരാം. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതി പ്രകാരമാണ് ഈ റോഡ് പൂർത്തിയാക്കേണ്ടത്, നിർമ്മാണം നടക്കേണ്ടത്. ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം 15/9/2023 നടന്നു. അതായത് 2023 സെപ്റ്റംബർ 15 നടന്നു. കൃത്യം 1 വർഷം കഴിഞ്ഞ് 14/9/2024 പദ്ധതി പൂർത്തിയാക്കേണ്ടതാണ്. ആ റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കാണാം. എങ്ങനെയുണ്ട്? പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതി പ്രകാരമാണ് പണം അനുവദിച്ചത്. ചന്തപ്പറമ്പ് മുതൽ ചെറുകുളമ്പ് വരെ 3.984 കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് 2,95,50,000 രൂപ അനുവദിച്ചു. MP അബ്ദുസമദ് സമദാനി MPയും മഞ്ഞളാംകുഴി അലി MLAയും ഒക്കെ പങ്കെടുത്ത് റോഡിന്റെ പ്രവൃത്തിയോദ്ഘാടനം ഗംഭീരമായി. എന്നാൽ പണി പൂർത്തിയായില്ല. റെഡ് റോക്ക് ഡെവലപ്പേഴ്സിനാണ് നിർമ്മാണ ചുമതല. JCB ഉള്ള സമയത്ത് ഇപ്പോൾ 3 കൊട്ട മണ്ണൊക്കെ ഇട്ടുന്നു ഈ റോഡിൽ. പണിക്കാർ വന്നിട്ട് 3 പണിക്കാർ 4 പണിക്കാർ 2 വർഷത്തിന് മേലെ ഇപ്പോൾ ഈ റോഡ് ഇങ്ങനെ തുറന്നു പോയിട്ട് ഇതിൻ്റെ എടുത്ത വർക്കുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ? അത് 1 മാസത്തോളം നിന്നില്ല. ഒരു ഡാർ ഇത് പോയി, അതിൻ്റെ കൂടെ ആ റോഡും പോയി. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഗട്ടറിൽ വീഴുമ്പോൾ തലയും മുഖവും ഇടിച്ച് പലർക്കും പരിക്കാണ്. ടാക്സി ഡ്രൈവർമാർക്ക് ദുരിതമാണ് ഈ റോഡ്. അവിടെ മേലെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. 2 വർഷമായി ആ ബോർഡ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇത്ര മാസമേ ഉള്ളൂ, എന്നിട്ട് ഒരു നടപടിയും ഇതെടുക്കുന്നില്ല. അപ്പം ജനപ്രതിനിധികൾ ഇതിൽ ഇടപെടുന്നില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇനി ഡിസംബറിൽ പോളിംഗ് നടക്കുകയാണ്, പഞ്ചായത്ത് ഇലക്ഷന്. ഇത്രയും വോട്ടർമാർക്ക് പോകാനുള്ള ഒരു റോഡാണിത്. ആളുകൾ വോട്ട് ചെയ്യാൻ പോകില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ജനങ്ങൾക്ക് യാത്ര സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യാൻ പോവുള്ളൂല്ലോ. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണത്തിനൊരുങ്ങുകയാണ് ഈ നാട്ടുകാർ. ഈ നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകൾ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് നമ്മൾ കണ്ടത്, കേട്ടത്. ഏറെ നാളായി പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും ഈ പരിഹാരം കാണാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിനാലാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം എന്ന ഒരു നിലയിലേക്ക് അവർ എത്തിയിട്ടുള്ളത്. ജനാധിപത്യ രീതിയിൽ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ഒരു പ്രതിഷേധവുമായി അവർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഈ റോഡിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ച അധികാരികൾ ഇത് ശ്രദ്ധിക്കണമെന്നുള്ളതാണ് 24 പറയാനുള്ളത്. മുഹമ്മദ് അഷക്കിനൊപ്പം ഗൂഗിൾ കെ വേണുഗോപാൽ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. കൊച്ചിയെ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചത് അടുത്തിടെയാണ്. പക്ഷേ പ്രഖ്യാപനത്തിനപ്പുറം ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥതയാണ് വിഷയം. വിദേശ സഞ്ചാരികളെത്തുന്ന ഫോർട്ട് കൊച്ചിയിലടക്കം പലയിടങ്ങളിലും ഇപ്പോഴും മാലിന്യക്കൂനകൾ കാണാം. പൊതുജനം കഴുതയല്ല സാർ. ഇതാ വിഷ്ണു സുരേഷിനൊപ്പം ഫോർട്ട് കൊച്ചിയിലേക്ക് പോവുകയാണ്. നിങ്ങൾക്കും ഒപ്പം പോരാ. പൊതുവെ കോർപ്പറേഷൻ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് മുൻപിൽ ഒത്തിരിയേറെ അനുഭവമുണ്ട്. നന്നായി തന്നെ ടീം എന്ന നിലയിൽ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നല്ല മാറ്റം കാട്ടുന്നുണ്ട്. ഇത് മുന്നോട്ട് കൊണ്ടുപോയി കൊച്ചി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമായി മാറും. ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ തുടരണമെന്നുള്ളതാണ്. ഇടർച്ച ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ വന്ന മാറ്റം അതേ വേഗതയിൽ തുടരാൻ കഴിയും. മന്ത്രി പി രാജീവ് എറണാകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിലാണ് കൊച്ചിയെ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചത്. യഥാർത്ഥത്തിൽ കൊച്ചി മാലിന്യമുക്തമായിട്ടുണ്ടോ? ഇപ്പോഴും എവിടെയെങ്കിലും മാലിന്യം കെട്ടിക്കിടക്കുന്നുണ്ടോ? പരിശോധിക്കാം. കൊച്ചി പഴയ കൊച്ചിയല്ലെന്ന ടാഗ് ലൈനിലാണ് മാലിന്യമുക്ത പ്രഖ്യാപനം കോർപ്പറേഷൻ നടത്തിയത്. വിനോദസഞ്ചാരികളുടെ പറുദീസയായ പശ്ചിമ കൊച്ചിയുടെ അവസ്ഥയൊന്ന് കാണാം.
ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും പല പ്രദേശങ്ങളിലും മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ഇടക്കൊച്ചി മേഖലയിലും മാലിന്യം കെട്ടിക്കിടക്കുന്നുണ്ട്. മാലിന്യമുക്ത പ്രഖ്യാപനം കേവല രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമെന്നാണ് ആക്ഷേപം. മാലിന്യമുക്ത നഗരം എന്ന് പറയുമ്പോൾ അത് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. എന്നുണ്ടെങ്കിൽ മാലിന്യമുക്ത നഗരം എന്ന് പറയുമ്പോൾ മാലിന്യമൊന്നും കാണാൻ പാടില്ലെന്നാണ് ഞങ്ങൾക്ക് സാധാരണഗതിയിൽ മനസ്സിലാകുന്നത്. പക്ഷേ ഇവിടെ മാലിന്യമുക്ത നഗരം എന്ന് പറയുമ്പോൾ ഇവിടെ റോഡരികിൽ ആ പ്രഖ്യാപനം മാത്രമായി ചുരുങ്ങണ്. ബാക്കി റോഡ് വക്കിലൊക്കെ ചവറുകൾ, നമ്മളെ കോർപ്പറേഷൻ ഓഫീസിൽ അവിടെയും ചവറുകൾ കുന്നുകൂടി കിടക്കുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത്തരം പ്രഖ്യാപനം നടത്തുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു സംശയമായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കൗൺസിലിൽ ഇത് നിരവധി തവണ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടും കാര്യങ്ങളൊന്നും നീങ്ങാത്ത അവസ്ഥ. നമുക്കറിയാം വേസ്റ്റിൻ്റെ കാര്യത്തിൽ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും വേസ്റ്റ് കൃത്യമായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് കൊച്ചി നഗരസഭയിൽ അമ്പേ പരാജയമാണെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. റോഡ് സൈഡിലുള്ള കോർപ്പറേഷന്റെ വേസ്റ്റ് കളക്ടിംഗ് പോയിന്റുകൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. പലയിടങ്ങളിലും അതിരൂക്ഷ ദുർഗന്ധമാണ്. മെട്രോ നഗരത്തിൽ ഇത്തരം കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. കൊച്ചി മാലിന്യമുക്തമാകുന്നത് അങ്ങേയറ്റം അഭിമാനകരമായ കാര്യമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അംഗീകരിക്കപ്പെടണം, അഭിനന്ദിക്കപ്പെടണം. പക്ഷേ കേവലം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നത് ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്. അതിനെ പ്രഹസനങ്ങളെന്ന് മാത്രമേ വിളിക്കാനാവൂ. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. വലിയ പ്രഖ്യാപനവുമായി കൊച്ചിയെ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വസ്തുത, അതിൻ്റെ മറുവശം എന്താണ് എന്ന് പ്രേക്ഷകർ കണ്ടല്ലോ. ഫോർട്ട് കൊച്ചിയിലടക്കം മാലിന്യ കൂനകളാണ് പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു സുരേഷിന് കാണാൻ കഴിഞ്ഞത്. ഈ ആവലാതികളും അതോടൊപ്പം തന്നെ ഈ പരാതികളും അനാസ്ഥകളും മാത്രമല്ല ഈ പരിപാടിയിലുള്ളത്. നല്ല കാര്യങ്ങൾ കണ്ടാൽ അതിനെ അഭിനന്ദിക്കുകയും വേണം. അത് അത്തരമൊരു വാർത്തയിലേക്കാണ് ഇനി പൊതുജനം കഴുതയല്ല സാർ പോകുന്നത്. വ്യത്യസ്തനായ ഒരു നഗരസഭാ അധ്യക്ഷനെ നമുക്കൊന്ന് കണ്ടുവരാം. അധികാരവും പദവിയുമൊക്കെ പണസമ്പാദനത്തിനുള്ള കുറുക്കുവഴിയായി കാണുന്ന ചില ജനപ്രതിനിധികളുണ്ട്. പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ വെട്ടുകല്ലയിൽ വ്യത്യസ്തനാകുന്നത് ഇതിൽ നിന്നും ഭിന്നമായൊരു കാരണത്താലാണ്. കാണാം പാലായിൽ നിന്ന് ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരക്കിട്ട ജോലികളിലാണ് തോമസ് പീറ്റർ എന്ന പാലാ നഗരസഭാ അധ്യക്ഷൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ചെയ്യാനുള്ള ജോലികളെല്ലാം ചെയ്തു തീർക്കണം. കസേരയിൽ നിന്നിറങ്ങുന്നതിന് മുൻപ് എത്തേണ്ടവരുടെ കൈകളിൽ സഹായങ്ങൾ എത്തണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനസേവനം നടത്തുന്ന ഈ നഗരസഭാ ചെയർമാനാണ് മറ്റുള്ളവർക്ക് മാതൃകയാകുന്നത്. നിർധരരായ 10 പേർക്ക് വീട് നിർമ്മിക്കാനായി 31 സെന്റ് സ്ഥലമാണ് തോമസ് പീറ്ററും കുടുംബവും നൽകിയത്. അതും സൗജന്യമായി. എൻ്റെ മകൻ്റെ പേരിൽ വാങ്ങിച്ചൊരു പ്രോപ്പർട്ടിയാണ്. അത് 31 സെന്റാണ്. അത് 10 വീടില്ലാത്ത ആൾക്കാർക്ക് ഇത് കൊടുക്കണം എന്നൊരാഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാനത് മകനോട് സംസാരിച്ചപ്പോൾ മകനും ഒരു കുഴപ്പവുമില്ല. അപ്പോൾ അതുകൊണ്ട് ചെയർമാൻഷിപ്പ് കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് കൊടുക്കണം എന്നൊരു മനസ്സിലൊരു ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പരിപൂർണ്ണ പിന്തുണ പറഞ്ഞു. അപ്പം അതുകൊണ്ടത് കൊടുത്തേക്കാൻ തീരുമാനിച്ചാണ് ഇന്നലെ അത് കൈമാറിയത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്ന് പ്രതിപക്ഷത്തുള്ള ചിലർ ഒളിയമ്പുകൾ ചെയ്തു. എന്നാൽ തോമസ് പീറ്റർ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. സേവനമാണ് യഥാർത്ഥ സമ്പത്ത് എന്ന സന്ദേശമാണ് ഈ പൊതുപ്രവർത്തകൻ മുന്നോട്ട് വെക്കുന്നത്. തെരഞ്ഞെടുപ്പും ഇതുമായിട്ട് ബന്ധമില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ അടുത്ത ഇലക്ഷൻ നിൽക്കുന്നില്ല. എൻ്റെ വീട്ടിൽ നിന്നും ആരും നിൽക്കുന്നില്ല. പിന്നെ ഞങ്ങൾ കുടുംബപരമായിട്ട് തന്നെ ഇത്തരം കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ ഒരാൾക്ക് ഒരു സ്ഥലം മേടിച്ച് വീട് വെച്ച് കൊടുത്ത ഒരു ചരിത്രമുണ്ട്. പിന്നെ ഫാദർ 50 വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങൾ എനിക്ക് നേരത്തെ ഒക്കെ മനസ്സിലുണ്ട്. അത് ഞാൻ 10 പേർക്ക് സ്ഥലമായിട്ട് കൊടുക്കുന്നു. അമേരിക്കയിലുള്ള സഹോദരൻ ഷിബു പീറ്ററുമായി ചേർന്ന് പിതാവിന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച പീറ്റർ ഫൗണ്ടേഷൻ ട്രസ്റ്റ് മുഖേന ചികിത്സാ സഹായങ്ങളും നൽകുന്നുണ്ട്. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ തന്നെയാണ് ഈ നഗരസഭാ ചെയർമാന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടി നേതാക്കൾ എന്തും ചെയ്യുന്ന കാലത്താണ് തോമസ് പീറ്റർ വ്യത്യസ്തനാകുന്നത്. എന്തായാലും ഇത്തവണ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.